വെറും 2 രൂപക്ക് ഒരു അടിപൊളി ബൊഫെ ലഞ്ച് ആയാലോ എന്ന്. അതെ, ഞങ്ങളുള്ളത് ഒരു എയർപോർട്ട് ലോഞ്ചിലാണ്, അതുകൊണ്ടാണ് 2 രൂപക്ക് ബൊഫെ കിട്ടുന്നത്. അപ്പോൾ പോവല്ലേ? ഞങ്ങളിപ്പോൾ ഉള്ളത് ഗോവ ജാബലും ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ഗോവയിൽ 2 എയർപോർട്ട് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ 2 ലോഞ്ച് ഉണ്ട് കേട്ടോ. നമ്മളെ കാർഡിന് എവിടെയാണ് ആക്സസ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്കത് യൂസ് ചെയ്യാം. ഇനി പെയ്ഡ് ആണെങ്കിൽ 2 നമുക്ക് യൂസ് ചെയ്യാം, ആ പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഇതാ വെറും 2 രൂപക്ക് ഞങ്ങളിതാ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ശരിക്കും മെയിൻ കോഴ്സും സ്റ്റാർട്ടേഴ്സും ജ്യൂസും ഡെസേർട്ട്സും ഒക്കെ ആയിട്ട് എല്ലാ ഐറ്റംസും ഉള്ള ബുഫയാണ്. നമ്മുടെ ATM കാർഡിന് ഈ ലോഞ്ച് ആക്സസ് ഉള്ളത് കൊണ്ടാണ് കയറാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ വർത്ത് വരുന്നത് ഒരു 2000+ റുപ്പീസാണ് ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും എയർപോർട്ട് ലോഞ്ചുകൾ എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, എയർപോർട്ടിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉള്ള ഒരു ATM കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇവിടെ മെനു ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടോ, ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ മെനു. ചെറിയ സ്ലൈറ്റ് ചേഞ്ചസ് ഓരോ ദിവസവും വരുത്തും. നമ്മുടെ കയ്യിലുള്ള ATM കാർഡിന് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് നമ്മളെ ബാങ്കിനെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഗോവ എയർപോർട്ടിൽ നിന്ന് നേരെ പോകുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിലേക്കാണ്. അവിടെ ഇറങ്ങി വീണ്ടും ഇതാ ബാംഗ്ലൂർ എയർപോർട്ടിലെ ലോഞ്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. 080 ആണ് ഇവിടുത്തെ ലോഞ്ചിൻ്റെ പേര്. നമ്മൾ ബോർഡിംഗ് പാസിലൊരു സ്റ്റാമ്പൊക്കെ ചെയ്യും കേട്ടോ ഈ ലോഞ്ച് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ ഈ ലോഞ്ച് ഒരു കെഫേ ആംബിയൻസ് ആണ് കേട്ടോ. വേറൊരു വൈബാണ്. രണ്ടും എൻ്റയർലി ഡിഫറെൻറ്റ് വൈബായിരുന്നു. ഗോവൻ എയർപോർട്ട് ഇതാണെങ്കിലും ബാംഗ്ലൂർ എയർപോർട്ട് ഇതാണെങ്കിലും. ഇവിടെ ലൈവായിട്ട് കെബാബ് ഐറ്റംസ് അങ്ങനത്തതൊക്കെ ഉണ്ട്. ഇവിടെയും നമ്മൾ കയറിയിട്ടുള്ളത് വെറും 2 രൂപ കൊടുത്തിട്ടാണ് ഒരാൾക്ക്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ട്. ബ്രെഡ് ഐറ്റംസ് ഉണ്ട്, മെയിൻ കോഴ്സ് ഉണ്ട്, ലൈവ് ഐറ്റംസും കുറച്ചുണ്ട് അവിടെ. ഹെൽത്തിയർ വേർഷനാണ് നോക്കുന്നുണ്ടെങ്കിൽ സാലഡ്സ് ഉണ്ട്. ഇനി മെയിൻ കോഴ്സ് ആണെങ്കിൽ ഇതാ ഈ ഐറ്റംസ് ഒക്കെ മെയിൻ കോഴ്സിൽ വരുന്നതാണ്. ഈ വെജിനും നോൺ വെജിനും ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഓരോ ദിവസവും മെനുവിൽ ചെറിയ ചേഞ്ചസ് എല്ലാ ലോഞ്ചസും വരുത്തും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ 2 ലോഞ്ചിലെ വിശേഷങ്ങൾ. ഇത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. ഇവിടെ എയറോ ബ്രിഡ്ജ് വഴി ഒന്നല്ല, നേരെ നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് കയറാം. അതുകൊണ്ട് കുറേ നിർത്തിയിട്ട ഫ്ലൈറ്റുകളുടെ കാഴ്ചയും കണ്ട് ഞങ്ങൾ കേരളത്തിലേക്ക് പോവുകയാണ്. ബാക്ക് ടു കോഴിക്കോട്. അപ്പം ഇനി അടുത്ത വീഡിയോയുമായി വരാം. സ്റ്റേ ട്യൂൺഡ്.